ഈ സ്ഥലം കണ്ടിട്ട് വല്ലാതെ പേടിയാകുന്നു. ഇതിനെന്തിനാ എത്ര പേടിക്കുന്നേ? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇത് ലഞ്ച് ടൈമാടാ, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടാവും. എന്റെ അമ്മച്ചി, എന്ത് പറ്റിയടേ? ഒരു വലിയ സോഫ പറന്ന് അങ്ങോട്ട് പോയി. അയ്യോ എന്റെ അമ്മച്ചി. ഈ കഴുത എന്തായി ചെയ്യുന്നേ? കൊച്ചളിയ, 4 കാലുള്ളൊരു വാതിൽ ആ വഴി ഓടുന്നത് ഞാൻ കണ്ടു. എടാ മണ്ട, വാതിലിന് കാലുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഇവിടെ എന്തോ ഭൂതമൊക്കെ ഉണ്ട്. ഭൂതവും പ്രേതമൊന്നും ഇല്ലടേ ഇവിടെ. കണ്ടില്ലേ, 6 കാലുള്ളൊരു കട്ടില്. മുതലാളി, ഇവന്മാര് നമ്മൾ മോഷ്ടിക്കുന്നതൊക്കെ കണ്ടു എന്നാ തോന്നുന്നേ. എടാ മണ്ടന്മാരെ, ആർക്കും വേണ്ടാത്ത ഈ പഴഞ്ച സാധനങ്ങളൊക്കെ നിങ്ങൾ എന്തിനാ മോഷ്ടിക്കുന്നേ? കാരണം ഷിപ്പിലെ വാതിലുകളും സോഫയെല്ലാം നല്ല ബലമുള്ളതായിരിക്കും. മാത്രമല്ല മാർക്കറ്റിൽ ഇതിന് നല്ല വിലയും കാണും. സംശയമുണ്ടോ? മാത്രമല്ല കപ്പൽ ഡെക്കറേഷനുള്ള സാധനങ്ങൾക്കൊക്കെ നല്ല വിലയും ഉണ്ട്. അത് ആൾക്കാർക്ക് വീട്ടിൽ വെക്കാനും ഇഷ്ടമാണ്. അത് നല്ല വിലക്കാ വിൽക്കുന്നേ. ഇവിടുന്ന് കൊണ്ടുപോയി സാധനങ്ങൾ എല്ലാത്തിനെയും വിറ്റ് ഇവര് ഒരുപാട് കാശുണ്ടാക്കും. എടാ കഴുതകളെ, അന്തിച്ച് നിൽക്കുന്നത് എന്തുവാടാ? അവന്മാര് നമ്മുടെ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞത് കണ്ടില്ലേ? പോലീസ് എങ്ങാനും അറിഞ്ഞ നമ്മളൊക്കെ അകത്താകും. ഇവന്മാരെയൊക്കെ പിടിച്ച് വേഗം കപ്പലിലോട്ട് കയറ്റേ, നമുക്ക് വിദേശത്തേക്ക് കൊണ്ടുപോയി വിൽക്കാം. ഓർമ്മ വേണം, ഒന്നും ഉടയാതെ തന്നെ സൂക്ഷിക്കണം, കേട്ടോ? യവന്മാര് പട്ടിയിലെന്ന് പൂച്ചരെന്ന് അടി വാങ്ങി കൂട്ടുകയാണല്ലോ. ഇന്ന് ഈ ടേബിൾ ലാമ്പ് കൊണ്ട് അടിച്ചടിച്ച് നിന്റെയൊക്കെ ഫ്യൂസ് ഞാൻ കളയും. സംശയമുണ്ടോ? വേണ്ട, ടേബിൾ ലാമ്പ് കൊണ്ട് അടിക്കല്ലേ, അതിന് മാർക്കറ്റ് നല്ല വിലയുള്ളതാ. എന്ത് വൃത്തിയായിട്ട് നാറ്റ ഇവിടെ. യാർഡിൽ ഒന്നുകൂടെ കറങ്ങിയാലോ? എടാ, നീ രക്ഷപ്പെട്ടതല്ലേ, പിന്നെ എന്തിനെ കിടന്ന് കാറുന്നേ? എന്റെ വാല് നമുക്ക് ആ കണ്ടെയ്നർ എടുത്ത് മാറ്റിയാലോ? ഈ കണ്ടെയ്നർ നമ്മുടെ മുഴുവൻ കുടുംബക്കാർ ചേർത്ത് പിടിച്ചാലും പൊങ്ങില്ല. വാല് വലിച്ച് പുറത്തെടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. സംശയമുണ്ടോ? അതെ, ജോർദാറിനെ പിടിച്ച് വലിക്ക്. വലിച്ചു. എന്ത് പാടുപെട്ട ഞാൻ ആ വാല് വലിച്ച് പുറത്തെടുത്തത്. പിന്നെ എന്ത് അവനവന്റെ വാല് കൊണ്ട് കണ്ടെയ്നറിന്റെ അടിക്കൊണ്ട് വെച്ച്. എടാ കഴുതേ, വാല് വന്നതൊന്നുമല്ല, നീണ്ടതാണ്. കൂട്ടുകാരെ, ജോർദാറിന്റെ വാല് പിടിച്ച് വലിക്ക്. ഭയങ്കര പൊടിയാണ് ഇവിടെ. സംശയമുണ്ടോ? അതെ, പുറത്തേക്ക് പോകാം. കൊച്ചളിയ, നമ്മളിത് എങ്ങോട്ടേ പോകുന്നേ? എടാ, ഈ പഴയ കണ്ടെയ്നേഴ്സ് എല്ലാം ക്രഷറിൽ ഇടുകയാണ്. നമ്മൾ എന്തായാലും ഇന്ന് ചമ്മന്തിയാകും. ചാടേണ്ടി വരും, ചാടിക്കോ. നീ ഹണിയുടെ അളിയനാണെന്നോ കാര്യം? ഇടയ്ക്കിടയ്ക്ക് ഉറപ്പിക്കാണ്. ഇത്രയും ഉയരത്തുനിന്ന് എങ്ങനെയാണ് ചാടാൻ പറ്റുക? ദേ നോക്ക്, ചാടി അതിൽ പിടിക്കാം, എന്നിട്ട് നേരെ താഴേക്ക് പോകാം.
എന്നെ കൂടെ ചെയ്യാൻ കഴിയില്ല. താഴേക്കിറങ്ങ് ഹണി ജം. ഇത് ഒരുപാട് ദൂരം ഉണ്ടല്ലോ, എനിക്ക് ഇത്രയും ദൂരത്തേക്കെങ്കിലും ചാടാൻ പറ്റില്ല. സംശയമുണ്ടോ? എടാ കഴുതേ, നീ തത്തയാണ്, നിനക്കങ്ങോട്ട് പറഞ്ഞ പോരെ? ആ ടെൻഷൻ കാരണം ഞാൻ അതങ്ങ് മറന്നുപോയി. അപ്പൊ പിന്നെ ഈ ചെരുപ്പ് ആരുടേതാണ്? കർത്തയുടെയാണ്. എല്ലാവരുടെയും സുഹൃത്താ. കർത്ത, ഈ കിടക്കുന്ന ചെരുപ്പ് നിന്റേതാണോ? അതെ, എന്റേത് തന്നെയാണ്. അപ്പൊ നീയാണോ ചട്നി ഉണ്ടാക്കിയത്? അതെ, ഞാനിന്ന് ചട്നി ഉണ്ടാക്കിയിരുന്നു. ആ ചട്നി കൊണ്ട് വഴിയിലിട്ടത് നീ തന്നെയാണോടാ? ഔ, ഞാൻ ചട്നി ഉണ്ടാക്കിയെങ്കിൽ അത് കഴിച്ചു കാണില്ലേ? അതെന്തിനാ വഴി കൊണ്ടിടുന്നത്? ആ പറഞ്ഞത് സത്യമാണ്. അപ്പോ വഴി കിടക്കുന്ന ചട്നി കറുത്തയല്ല കളഞ്ഞത്. പക്ഷെ അത് ആരാണ് കളഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ വേഗം പറയേ. അത് കർത്ത എല്ലാവരുടെയും സുഹൃത്താണ്. അത് എന്റേതാണ്. അപ്പൊ നീ തന്നെയാണത് കളഞ്ഞത്? അല്ല, അതിന് നീ ആ ചട്നി കഴിച്ചതല്ലേ? ഇല്ലില്ല, ഞാനത് കഴിച്ചില്ലായിരുന്നു. ഓ, ഞാനങ്ങ് ചാവാൻ പോവാ. ഔ, കർത്ത, എനിക്കറിയാവുന്ന ഒരു കാര്യം നീ എന്നോട് പറയൂ. നീ അഥവാ ചട്നി വീട്ടിലാണ് ഉണ്ടാക്കിയതെങ്കിൽ, അത് കഴിച്ചിട്ടില്ലെങ്കിൽ, അത് കളഞ്ഞില്ലെങ്കിൽ, അത് പിന്നെ വഴിയിൽ എങ്ങനെയാണ് വന്നത്? ഇതെന്റെ തലയ്ക്കുള്ളിലെ കോടതിയിൽ ചോദ്യചിഹ്നമായിരിക്കുന്നു. ഔ, ഞാൻ ചട്നി ഉണ്ടാക്കി ലളിതാമ്മയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ആ ബാഡ് മങ്കി എന്റെ കയ്യിൽ തട്ടിപ്പറിച്ച് മരത്തിലേക്ക് ചാടി. ഏത് മരത്തിലേക്കാ ചാടിയത്? ഇവിടെ വരൂ. ഇപ്പൊ ചോദിച്ചത് ഒരു വിട്ടിത്തരമാണ്. മാങ്ങയുള്ള മരത്തിലോട്ട് ചാടിയാലും നാരങ്ങയുള്ള മരത്തിലോട്ട് ചാടിയാലും മരം മരമല്ലാതായി മാറുമോ? ചട്നിയെ കുറിച്ചല്ലേ നമുക്ക് അറിയേണ്ടത്. അതറിയാനല്ലേ ചോദിച്ചത്. കാരണം ആ ചട്നിയുടെ വേസ്റ്റ് ഞങ്ങളുടെ വീടിനടുത്തുള്ള മരത്തിനടുത്തുനിന്നാണ് കിട്ടിയത്. സംശയമുണ്ടോ? അതെ, അവൻ അവിടെ നിന്നാണ് തട്ടിപ്പറിച്ചത്. അതെ, കറുത്ത, നീ കന്നാ സാറിന്റെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. ചെരുപ്പിൽ ചട്നി ആയതുകൊണ്ട് അത് കഴുകി കളയാൻ ഗാർഡനിലേക്ക് പോയതായിരുന്നു. പക്ഷെ ചട്നിയായ ഭാഗത്തെല്ലാം മണ്ണ് പറ്റിപ്പിടിച്ചിരുന്നു. ഈ കർത്ത കൺഫ്യൂഷനായി പോയി. ഇത് ഇവിടെ ഒഴിച്ചത് നീയാണോ? സുൽത്താന്റെ മകനാണ് ഞാൻ, ബാഡ് മങ്കി. ഇനി ബാഡ് മാറ്റി ഗുഡാവാൻ നോക്ക്. വേഗം താഴേക്ക് വാടാ, എന്നിട്ട് ഇവിടെ വന്ന് എല്ലാം വൃത്തിയാക്കാൻ നോക്കടാ. എടാ കുരുത്തം കെട്ട പൂച്ചേ, നീ എനിക്ക് വൃത്തിയാക്കലിനെ കുറിച്ച് ക്ലാസ് എടുക്കുകയാണോ? വൃത്തിയെ കുറിച്ച് പഠിക്കുന്നത് വളരെ നല്ലതാണ്. സംശയമുണ്ടോ? ആഹാ, പക്ഷേ ഞാൻ ബാഡാണ്. ഞാൻ ഇനിയും ഇതുപോലെ വൃത്തികേടാക്കും. ഹപ്പോ, ദാ പിടിച്ചോ, ദാ പിടിച്ചോ, ദാ പിടിച്ചോ. ഹപ്പോ, ദാ പിടിച്ചോ, ഥൂ, ഥൂ, ദാ പിടിച്ചോ, ഥൂ, ഥൂ. ഇപ്പോ ഇതെങ്ങനെയുണ്ട്? ആദ്യം വഴി വൃത്തിയാക്കി, ഇപ്പൊ ദേ എന്റെ തലേ നിന്നെ ഞാൻ ശരിയാക്കി തരാടാ കൊരങ്ങ. താങ്ക് യു കൊച്ചളിയ, താങ്ക് യു വെരി മച്ച്. ബാഡ് മങ്കി, ഇന്ന് ഈ വേസ്റ്റ് നീ തന്നെ വൃത്തിയാക്കും. ഇപ്പൊ ചെയ്യുന്നോ അതോ രണ്ടെണ്ണം കിട്ടിയിട്ടേ ചെയ്യുന്നുള്ളൂ? അത് നീ തന്നെ തീരുമാനിക്ക്. എന്റെ കയ്യിലിട്ടത് നോക്കേ, നല്ല മധുരമുള്ള സീതപ്പഴമാണിത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം എപ്പോഴും മധുരമുള്ളതായിരിക്കണം. ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. കൊച്ചളിയിൽ നിന്ന് നീ രക്ഷപ്പെട്ടാലും വെല്ലുവിളിയിൽ നിന്ന് രക്ഷപ്പെടില്ലടാ. മുകളിൽ അവരും താഴെ ഞാനുമാണ്. വേഗാകട്ടെ, പോകാം. പോപ്പട്ടെ. എടാ, നിന്റെ യാർഡ് കറങ്ങാൻ പറ്റിയ സ്ഥലമൊന്നും അല്ല. നമുക്ക് മാളിലേക്ക് പോവാന്നേ. സംശയമുണ്ടോ? മാളിലെപ്പോഴും പോകുന്നല്ലേ, നമുക്കിന്നൊരു ചേഞ്ച് ആക്കിയാലോ? അവിടെ പല കാഴ്ചകളും കാണും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കറക്കം അവിടെയാക്കാം. അവിടെ കറങ്ങിയിട്ട് ഇപ്പൊ എന്തോ കിട്ടാനാ? എടാ, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബുദ്ധിക്കകത്ത് എല്ലാ നോളജും ഉണ്ടാകണം. എന്നാ പിന്നെ ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ.
നിനക്കെന്താടെ പ്രശ്നം? എന്റെ തലക്കകത്തൊന്നും ഇല്ലാത്തോണ്ട് ഈ അറിവ് കൊണ്ട് അവിടെ വെച്ചിട്ട് എന്തോ ചെയ്യാനാ? അപ്പൊ പിന്നെ അത് വെറുതെ വേസ്റ്റ് ആയി പോവില്ലേ? അടിച്ചു പൊളിച്ചു തിമിർത്തു. അത് പറയാനുള്ള ബുദ്ധിയെങ്കിലും ഹണി കാണിച്ചല്ലോ. സംശയമുണ്ടോ? എന്റെ കൂട്ടുകാരെ, പുതിയ സ്ഥലം കാണാൻ പോകുന്നതിന് എന്താ എത്ര പ്രശ്നം? വേഗം വാ പോപ്പാട്ട്. ഓക്കെ, പക്ഷെ എനിക്കെങ്ങാനും ബോർ അടിച്ചാ പിന്നെ ഞാനവിടെ നിൽക്കില്ല. അതൊക്കെ ശരിയായിക്കോളൂന്നേ. നമുക്കൊക്കെ എത്ര പ്രാവശ്യം ബോറടിക്കാറുള്ളതാ. പക്ഷെ അതൊക്കെ കുറച്ചേരം കഴിയുമ്പോ ശരിയാവാറുണ്ട് അല്ലേ? ഡാ, കളിയാക്കി കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. സമ്മതിച്ചു, വേഗം പോകാം. ഇനി ഞാൻ എന്തായാലും ആർക്കിടെക്ട് ആവും. എന്നിട്ട് നാട്ടിലുള്ളവർക്കെല്ലാം വീട് ഡിസൈൻ ചെയ്ത് കൊടുക്കും ഞാൻ. അപ്പൊ നീ ആർക്കിടെക്ട് ആയോ? നിനക്ക് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള എക്സ്പീരിയൻസ് ആയോ? ഉം. ഹേ. യാ. ദാ കണ്ടില്ലേ എന്റെ എക്സ്പീരിയൻസ്? കൂട്ടുകാരെ, ഈ ഹണിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താ പറ്റുന്നതെന്ന് അറിയില്ല. ഈ ഹണി കാരണം പലപ്പോഴും നമ്മൾ തന്നെയാണ് പെട്ടുപോകുന്നത് കൂട്ടുകാരെ. വാ, സാർ അവിടെ എന്താ ചെയ്യുന്നെന്ന് നമുക്ക് പോയി നോക്കിട്ട് വരാം. ഏയ്, ഇവ മിക്കവാറും നമുക്ക് പണിയുണ്ടാക്കി വെക്കും. എടാ, എന്റെ വീട് മുഴുവൻ നശിപ്പിച്ച് നീ ഗേറ്റ് ആക്കിയല്ലേ? ഞാൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോയാലും പുറത്ത് നിൽക്കുന്നതിന് തുല്യമാടാ. വരൂ, നമുക്ക് പോയി ഹണിയെ തടയാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഞാൻ ഏതായാലും ഇപ്പൊ തന്നെ വീടിന്റെ ഡിസൈൻ ഉണ്ടാക്കാം. വരപ്പെന്തായി? ഇല്ല, ഇത് ഭക്ഷണത്തിന്റെ ലിസ്റ്റാണ്. പോയി വാങ്ങിച്ചോണ്ട് വാ. ഞാൻ എന്താണ് പറയുന്നത് അതുപോലെ തന്നെ ചെയ്യണം. പോപ്പട്ടെ, നീ ക്രെയിൻ ഓടിക്കേ. പണി, നീ വേഗം സോഫ പെയിന്റ് അടിച്ചിട്ട് അതിൽ സ്റ്റിച്ച് അടിക്കേ. പോപ്പട്ടെ, വേഗം ബെഡുണ്ടാക്കേ. പിന്നെ സോർദാറെ, നിന്നെ വലിയൊരു ഉത്തരവാദിത്തമുള്ള കാര്യമാണ് ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത്. എനിക്ക് വേണ്ടി നല്ലൊരു ജ്യൂസ് കൊണ്ടുപോവാ. ആ കാണ്ടാമൃഗം വരുമ്പോ തന്നെ ജോലി പെട്ടെന്ന് തീർക്കണം ഹണി. എന്നെ ഇങ്ങനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യല്ലേ സോർദാറെ. അമ്മോ! എന്തോന്ന് വീടാടെ ഉണ്ടാക്കിയത് വലിയ? എനിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. നോക്ക്, കുറഞ്ഞത് ഫസ്റ്റ് ഫ്ലോറിലെ ഡ്രോയിങ് റൂമിൽ തന്നെ ബാൽക്കണി ഉണ്ടാവണമല്ലോ. അയ്യോ, ഈ വീട്
വീട്ടിൽ അബദ്ധത്തിലെങ്കിലും ഏതെങ്കിലും കള്ളന്മാര് വന്നാലേ ഈ വീടിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ച് കുറച്ച് പൈസ ഇവിടെ വെച്ചിട്ട് പോകും. ഇനി ആ കാണ്ടാമൃഗം വരുമ്പോ എന്ത് പറയുമെന്ന് ദൈവത്തിനറിയാം. അത് കുഴപ്പമില്ല, പറയാം. ഭൂകമ്പം വന്നതുകൊണ്ടാണ് ഈ വീട് ഇങ്ങനെയായിട്ട് മാറിയെന്ന് പറയാം. മിണ്ടിപ്പോകരുത്. ഭൂകമ്പത്തിൽ ഈ വീടിന് മാത്രം കേടുപാട് പറ്റുള്ളൂ. ഇനി ഒരു വഴിയേ ഉള്ളൂ. കൊച്ചലി, അതെന്ത് വഴിയാ? ആ വഴിയിലും ബിൽഡിംഗ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലട കഴുതേ, ആ കാണ്ടാമൃഗം വരുന്നതിന് മുമ്പ് നിന്റെ ഡിസൈൻ മാറ്റി പുതിയൊരു വീട് നമുക്ക് ഉണ്ടാക്കി എടുക്കണം. ആ വേണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തേക്ക് പോകണം. അയ്യാ. ഞാൻ ഈ വീട്ടിൽ എന്താണ് ചെയ്യുന്നത്? എനിക്കൊന്നും തന്നെ ഓർമ്മ വരുന്നില്ല. ഓക്കേ, സ്റ്റെപ്പ് 1 നമുക്ക് തുടങ്ങാം. ഇനി അല്പം കൂടെ ചേഞ്ച് ചെയ്യാനുള്ളൂ. കാണ്ടാമൃഗം വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് അതൊക്കെ മാറ്റിയേക്കാം. ആ. അയ്യോ, കാണ്ടാമൃഗം ദേഷ്യത്തിലാണ്. ഞാനൊരു സെൽഫി എടുത്തോട്ടെ. ഇടി കഴിഞ്ഞിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ വീട്ടിൽ വെക്കാനുള്ളതാ. അയ്യോ, എന്താ ഇത്? ഹണിയോട് ദേഷ്യമാണെന്നാ ഞങ്ങൾ വിചാരിച്ചേ. ഹണിയോട് എനിക്ക് ദേഷ്യോ? നിങ്ങളെന്താ തമാശ പറയാണോ? ഞാൻ ദേഷ്യം കാണിച്ചത് എന്റെ DJ പാർട്ടിയിൽ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാ ടിക്കറ്റുകളും എനിക്ക് തന്നെ വാങ്ങേണ്ടി വന്നു. പക്ഷേ ഈ മനോഹരമായ വീട് കണ്ടപ്പോ എന്റെ എല്ലാ ദേഷ്യവും അലിഞ്ഞു പോയി. ഇതുപോലൊരു സ്വപ്ന ഭവനം തന്നെയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. ഇയാളുടെ ഡ്രീം ഹൗസ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇയാളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ഊളംപാറയിലെ പാറയ്ക്കടുത്തായിരിക്കും. സംശയമുണ്ടോ? ടെൻഷൻ അടിക്കണ്ട, ഇത് ചട്നിയാണ്. സംശയമുണ്ടോ? പക്ഷെ ഇവിടെ എങ്ങും ഒരു ഉഴുന്നോടെ പോലും കാണുന്നില്ലല്ലോ. ആരോ ഉഴുന്നവട കഴിച്ചിട്ട് ബാക്കി ചട്നി ഇവിടെ ഇട്ടിട്ട് പോയതാന്ന് തോന്നുന്നു. ഇവിടത്തെ പ്രശ്നം ഇത് ചട്നിയാണോ അല്ലയോ എന്നല്ല, ഇതിവിടെ ആരെ വലിച്ചെറിഞ്ഞിട്ട് പോയെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ആ, ഇവിടെ ഒരുപാട് ഡസ്റ്റ്ബിൻസ് ഉണ്ട്. വേസ്റ്റ് കൊണ്ട് ഇങ്ങനെ വഴിയിലിടുന്നത് തെറ്റായ ഒരു കാര്യമാണ്. സംശയമുണ്ടോ? ഇത് വലിച്ചെറിഞ്ഞവൻ ആരാണ്? അവനെ കൊണ്ട് തന്നെ ഞാൻ എന്റെ കാല് കഴിക്കും. അയല വറുത്തതുണ്ട്, കറുമീൻ പൊറിച്ചതുണ്ട്, കടമ്പള്ളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ. സാറേ, സാറെന്തിനാ ചട്നി വഴിയിൽ കൊണ്ടൊഴിച്ചത്? ടെറസിൽ തേങ്ങ വീണപ്പോ കേട്ടു തടുപുടും. അതിപ്പോ ഞാൻ ഉണ്ടാക്കുന്നതല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ അത് വഴിയിലിടും? അടി കൈ. അത് ശരി, അപ്പൊ ചട്നി ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇനിയാണ് ഇപ്പൊ വഴിയിൽ കളയാൻ പോകുന്നതല്ലേ? എന്റെ കുട്ടികളെ, ഉണ്ടാക്കിയത് മുഴുവൻ വഴി കളഞ്ഞ ഞാൻ എന്താ പാത്രം എടുത്ത് തിന്നോ? ഈ പാത്രം തിന്നാനാണെങ്കിൽ പിന്നെ എന്തിനാ കന്നത്തോടെ ചട്നി ഉണ്ടാക്കുന്നത്? നാളെ രാവിലെ ഞാൻ ഗുരുവായൂർ പോവുകയാണ്. ഈ ഹണിയാണെങ്കിൽ എന്നെ വട്ടുപിടിപ്പിക്കുകയാണ്. ഖന്ന സാറേ, വഴിയില്ല ചട്നി ഖന്ന സാറല്ലേ കൊണ്ടിട്ടത്? എന്റെ പോപ്പറ്റി അത് ഞാനല്ല. ചട്നിയിലൂടെ നടന്നു പോയത് കൊണ്ട് ഖന്നാ സാറിന്റെ ചെരുപ്പടയാളം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അന്നാ സാറേ, ആ ചെരുപ്പിന്റെ അടയാളം എവിടെയാ വന്ന് നിന്നെന്നറിയോ? ദാ ഇവിടെ, സാറിന്റെ വീടിന്റെ മുറ്റം വരെ. മാത്രമല്ല, ആ ചെരുപ്പിന്റെ പാടുകൾ ഫോളോ ചെയ്താണ് ഞങ്ങൾ കന്നസാറിന്റെ വീട് വരെ എത്തിയത്. അറിയോ? സാരെന്താ ആലോചിക്കുന്നേ? കൊറോണ ഇന്ത്യ വിട്ട് പെട്ടെന്നൊന്നും പോവില്ല. ഞാൻ രാവിലെ തൊട്ട് ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. അടി കൈ. ഓ, എങ്കിൽ ആ ചെരുപ്പിന്റെ അടയാളം സാറിന്റെ വീട്ടുമുറ്റത്ത് എങ്ങനെയാ വന്നേ? ചെരുപ്പ് തന്നെത്താൻ എങ്ങനെ പുറത്തോട്ട് ഇറങ്ങി പോകുന്നേ?
ഇന്ന് ശനിയാണെങ്കിൽ നാളെ ഞായറായിരിക്കും. ഡോക്ടർ ബാലു വന്നിരുന്നു, ചിലപ്പോ അദ്ദേഹത്തിന്റെ ആയിരിക്കും. ദേ നോക്ക്, ചെരുപ്പ് വൃത്തികേടാണ്. അതെ, പക്ഷെ അതിൽ ചട്നി പറ്റിയിട്ടില്ലല്ലോ. ചിലപ്പോ അത് വഴി കൂടെ നടന്നപ്പോ ചട്നിയിൽ മണ്ണ് പറ്റി പിടിച്ചായിരിക്കും. ഡോക്ടർ ബാലു. ഡോക്ടർ ബാലു, നിങ്ങൾ ചെയ്തത് ഒട്ടും തന്നെ ശരിയല്ല. ഇവിടെ വരൂ. എന്റെ വീട്ടിൽ വന്നത് നിങ്ങളാണ്, പുറകിൽ നിന്ന് വിളിച്ചത് നിങ്ങളാണ്, വെള്ളം നിർത്തിയത് നിങ്ങളാണ്. എന്നിട്ട് കുറ്റം മുഴുവനും എന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയാണോ? നിങ്ങൾ കാരണം എന്റെ ഗാർഡൻ മുഴുവൻ നാശമായിരിക്കുകയാണ്. നിങ്ങൾ കാരണം ഞാൻ എന്റെ തോട്ടത്തിൽ ചെയ്ത പണിയൊക്കെ വെറുതെ ആയിരിക്കുന്നു. ഡോക്ടർ സാറേ, ഞങ്ങൾ പറഞ്ഞത് ചട്നിയുടെ കാര്യമാണ്. സാർ റോഡിൽ കളഞ്ഞ ചട്നിയുടെ കാര്യം. ചട്നിയോ? അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. പൈപ്പിൽ നിന്ന് ചട്നിയാണോ പുറത്തു വരുന്നത്? സാറ് വടയുടെ കൂടെ കഴിച്ച ചട്നിയില്ലേ, അതിന്റെ കാര്യമാണ് ഞങ്ങൾ ഈ പറയുന്നത്. ബാക്കി വന്ന ചട്നി സാറ് വഴിയിൽ ഉപേക്ഷിച്ചു. ഇവിടെ വരൂ. തന്റെ തലച്ചോറിന്റെ ഫ്യൂസ് അടിച്ചു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചട്നി കഴിക്കാറേയില്ല. ചട്നി പോയിട്ട് ഞാൻ ഇതുവരെ പട്ടിണി പോലും കിടന്നിട്ടില്ല. കിഡ്നിക്ക് ചട്നി അത്ര നല്ലതല്ലെന്ന് പ്രൊഫസർ രാക്ഷ്ണി വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന് ചട്നി കഴിച്ചത് കിഡ്നിയിലോട്ടല്ലേ പോകുന്നത്? പറഞ്ഞത് വിട്ടേക്ക്. അതിന്റെ അർത്ഥം മനസ്സിലാക്ക്. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ചട്നി ചേർത്തിട്ടുള്ള ഒരു വസ്തുവും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ടാണല്ലോ സാർ അത് കളഞ്ഞത്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാനൊരു ഡോക്ടറാണ്. ഞാൻ ഭക്ഷണം കളയാറില്ല. പുറത്ത് കിടക്കുന്ന ചെരുപ്പ് അതിന് തെളിവാണ് ഡോക്ടർ ബാലു. ഇവിടെ വരൂ. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. നീ ആ ചെരുപ്പിന്റെ സൈസ് നോക്കൂ, പിന്നെ എന്റെ സൈസ് നോക്കൂ. ആ ചെരുപ്പ് എന്റേതല്ല.